ഹലോ, നമ്മുടെ ഇടുക്കി ട്രിപ്പിൻ്റെ ഡേ 2 പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്വിമ്മിംഗ് പൂളും നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു വില്ലയും പറ്റിയാണ്. കാരണം ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് വന്നപ്പോൾ ഞങ്ങൾ സ്ഥലങ്ങൾ കാണുക എന്നതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു വില്ലയുടെ ഭംഗിയും ചുറ്റുപാടും പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്ത കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ പാർട്ട് 1 വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ ഈ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇടുക്കി പീരുമേട് ഭാഗത്തുള്ള ഏലം വില്ലയിലായിരുന്നു. ഇവിടെ ആകെ 2 വില്ലയാണുള്ളത്. അതിൽ ഈ കാണുന്ന വില്ലയിലാണ് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാമിലി ഗെറ്റ് ടുഗദറിനോ അല്ലെങ്കിൽ കുറച്ചധികം ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേക്കേഷനാണ് കേട്ടോ ഇത്. 2 നിലയിലായിട്ട് വരുന്ന ഈ ഒരു വില്ലയിൽ താഴത്തെ ഭാഗത്ത് വിശാലമായിട്ടുള്ള ഈ ഒരു ഹോളും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ. ഡൈനിങ് ഏരിയയുടെ അടുത്തായിട്ട് തന്നെ 2 ബെഡ്റൂമും പിന്നെ നമുക്ക് ഈ ഒരു കിച്ചണും ഉണ്ട്. 2 ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ബെഡൊക്കെ ഇടണമെങ്കിൽ അത് അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, മോർണിംഗ് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഫുഡ് ടേസ്റ്റി ആയിരുന്നെന്ന് മാത്രമല്ല, അവർ ഫുഡ് സെർവ് ചെയ്യുന്നതാണെങ്കിലും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിലും ശരിക്കും നമ്മുടെ തന്നെ ഒരു വീട്ടിൽ പോയൊരു പ്രതീതിയായിരുന്നു. നിലുവിന് ഫുഡ് റെഡിയാക്കാനായിട്ട് ഞങ്ങൾ കെറ്റിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ആവശ്യം വന്നില്ല. കുഞ്ഞിനടക്കമുള്ള ഫുഡ് അവർ വളരെ നീറ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടത്താനും പറ്റിയ ഒരു ഏരിയയാണ് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതിന് വേണ്ടിയിട്ട് വലിയൊരു സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് എത്ര ബെഡിട്ട് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും കിടക്കാൻ പറ്റും. ഈ മുകളിലെ ഭാഗത്തും നമുക്കൊരു ബെഡ്റൂം അവൈലബിൾ ആണ്. അത് കൂടാതെ ഈ ഒരു ഏരിയയിൽ എത്ര എക്സ്ട്രാ ബെഡ് വേണമെങ്കിലും നമുക്ക് ഇടാം. കസിൻസൊക്കെ ആയിട്ട് ഒരുമിച്ച് നിരന്ന് കിടക്കാൻ പറ്റിയൊരു നല്ല സ്പേസാണത്. ഇപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റെപ്പുകൾ ചെന്ന് അവസാനിക്കുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. പേര് പോലെ തന്നെ ഈ ഒരു വഴിയുടെ 2 വശത്തും ചുറ്റിനുമായിട്ട് ഏലം ഇങ്ങനെ പൂത്ത് വിളഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഏലം വില്ലയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് ഈ ഒരു ഭാഗത്ത് തന്നെയുള്ള സിപ്പ് ലൈൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് സംഭവം ട്രൈ ചെയ്യുന്നതിൻ്റെ എല്ലാ ടെൻഷനും എനിക്കുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഒരു തവണ മേഘാലയ പോയപ്പം ഇതുപോലൊരു അടിപൊളി സിപ്പ് ലൈൻ കണ്ടെങ്കിലും സംഭവം കുറച്ച് ഹെവി ആയതുകൊണ്ട് ചെയ്യാനായിട്ടുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്തായാലും ചെറുതിന്ന് തന്നെ തുടങ്ങല്ലേ. കൂട്ടത്തിലുള്ള ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് സംഭവം ട്രൈ ചെയ്യാനായിട്ട് നിൽക്കുന്നവരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സംഭവം ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം ചെയ്തില്ലായിരുന്നെങ്കിലും ഭയങ്കര നഷ്ടമായി പോയതിനെന്ന് തോന്നിയായിരുന്നു. ആദ്യം ഉള്ളിൽ നിന്ന് ഒരാളൽ വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് നല്ല രസമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അമ്മമാരെ സിപ്പ് ലൈൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം നിർബന്ധിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. കാരണം സിപ്പ് ലൈൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ചധികം സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സിപ്പ് ലൈൻ ട്രൈ ചെയ്ത് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് പരുന്തുംപാറയിലേക്കായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ക്ഷീണിച്ചതുകൊണ്ടും പിന്നെ പിള്ളേരൊക്കെ കൂടെയുള്ളത് കൊണ്ടും ഞങ്ങൾ സ്ത്രീജനങ്ങളെല്ലാം ജീപ്പിനാണ് പരുന്തുംപാറ. സിറ്റി ലൈഫിലെ തിക്കിൽ നിന്നും തിരക്കിൽ നിന്നും ഒക്കെ മാറി ഒരൊച്ചപ്പാടും ബഹളവും ഇല്ലാതെ സ്വസ്ഥമായി ശാന്തമായി നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് പരുന്തുംപാറ. തെളിഞ്ഞു നിൽക്കുന്ന ആകാശമാണെങ്കിൽ ശബരിമലക്കാടുകൾ ഇവിടെ നിന്ന് കാണാമെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, മകരജ്യോതി ദർശിക്കാനായിട്ട് മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തന്മാർ ഇവിടെ എത്താറുണ്ടെന്നും പറയുന്നുണ്ട്. നല്ല ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് ദൂരെയുള്ള മലകൾ കാണാൻ പറ്റും. ഇവിടെയുള്ള ഏതോ ഒരു പാറക്കെട്ടിന് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശിരസുമായിട്ട് സാമ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആ ഒരു പാറ ടാഗോർ പാറ എന്നാണ് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ലാലേട്ടൻ്റെ ഭ്രമരം മൂവിയിലെ മെയിനായിട്ടുള്ള ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് പരുന്തുംപാറയിലാണെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ലാലേട്ടൻ ജീപ്പ് ഓടിക്കുന്ന ആ ഒരു സീനൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് വെച്ച് എടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. നമ്മളിങ്ങനെ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്യൂ പോയിന്റിലും കൃത്യമായി നിർത്തി ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, മാക്സിമം ആ ഒരു സ്ഥലം എൻജോയ് ചെയ്യാനും റിലാക്സ് ആവാനും ഉള്ള ടൈം നമുക്ക് അവർ തരുന്നുണ്ടായിരുന്നു. ഇത്ര മനോഹരമായ വീഡിയോ ഞാൻ ഈ അടുത്ത കാലത്ത് എങ്ങും എടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ജീപ്പ് അത്ര നല്ല കാര്യമായിട്ട് ചാടി കുലുങ്ങിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാലും എൻ്റെ കഴിവ് മൊത്തം പുറത്തെടുത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല മുട്ടൻ ടർക്കിയിൽ കെട്ടിപ്പൊതിഞ്ഞ് പിടിച്ചിരുന്ന കൊണ്ടിട്ട് നിലുവിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
അത് മാത്രമല്ല കുഞ്ഞിലേ തൊട്ട് തന്നെ അത്യാവശ്യം എല്ലായിടത്തും അവൾ കൊണ്ടുപോകാറുള്ളത് കൊണ്ടിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിലൂന് ഇതുപോലെ തന്നെ വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള സ്ഥലത്ത് പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. ആൾ കാഴ്ചയൊക്കെ കണ്ട് അലമ്പൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നിലൂൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഓർത്തത്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കിട്ടിയിട്ട് റീൽ എടുക്കാണ്ട് പറ്റുമോ? നേരത്തെ തന്നെ ചെയ്യാൻ എളുപ്പമുള്ള റീലൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് സംഭവം എളുപ്പമായി. പക്ഷെ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു 10-20 ടേക്കെങ്കിലും എടുക്കാണ്ട് ഒരു റീലും ഇതുവരെ സെറ്റായ ചരിത്രം ഞങ്ങൾക്കില്ല. ഇവിടെ അത് തന്നെ സംഭവിച്ചു. എന്നാലും ലാസ്റ്റ് ഞങ്ങൾ സംഭവം തട്ടിക്കൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ റീലൊക്കെ എടുത്ത് താഴത്തെത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. കൂടെ ഉണ്ടായിരുന്ന പുരുഷജനങ്ങൾ ആരും മുകൾ ഭാഗത്തേക്ക് എത്തി നോക്കിയിട്ട് പോലുമില്ല. അവരെയും ഞാൻ വെറുതെ വിട്ടില്ല. കിട്ടിയ സമയത്തിന് അവരെയും കൊണ്ടും 2 സ്റ്റെപ്പ് എടുപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിനൊരു സമാധാനം കിട്ടിയത്. അപ്പോൾ താഴെ എന്താ പരിപാടി എന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നല്ലേ? കാര്യമുണ്ട്. ഫുൾ ടൈം ഇങ്ങനെ കാറ്റ് വീശുന്ന കൊണ്ടിട്ട് പട്ടം പറത്താനായിട്ട് പറ്റിയൊരു സ്ഥലമാണിത്. ഞങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നൊരു പട്ടം. അതുകൊണ്ട് പുരുഷജനങ്ങളെല്ലാം അതിൻ്റെ പുറകെയായിരുന്നു. മേലെ പോയ ക്ഷീണം തീർക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് നേരം അവിടെ അങ്ങനെ ഇരുന്നു. വിശന്നപ്പോൾ മാഗിയൊക്കെ വാങ്ങി കഴിച്ചു. അത്യാവശ്യം കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരുന്തുംപാറ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ച് അവസാനം ഞങ്ങൾ പരുന്തിൻ്റെ മുഖത്തിന് സാമ്യമുള്ള ഒരു പാറയും കണ്ടുപിടിച്ചു. അതുകൊണ്ടായിരിക്കാം ആ സ്ഥലത്തിന് പരുന്തുംപാറ എന്നുള്ള പേര് വന്നതെന്ന് സ്വയം ഞങ്ങളങ്ങ് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾ ഡ്രൈവർ ചേട്ടനോട് ചോദിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പരുന്തുംപാറയിൽ വന്നിട്ട് കോട കാണാൻ പറ്റിയില്ല എന്നൊരു വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിന്ന നിപ്പിലാണ് ക്ലൈമറ്റ് മൊത്തം മാറി ചടപടയുന്ന അവിടെ കോട. ക്ലിയറായി നിന്ന ആ ഒരു ക്ലൈമറ്റ് മിനിറ്റുകൾ കൊണ്ടാണ് കോട വന്ന് ആകെ മൂടിപ്പോയത്. അങ്ങനെ കറക്റ്റായിട്ട് ഇറങ്ങാൻ നേരം കോട കൂടി കണ്ടപ്പോൾ ഞങ്ങൾ ഫുള്ള് ഹാപ്പിയായി. അങ്ങനെ 2 ദിവസത്തെ ഇടുക്കി ട്രിപ്പ് ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ച് കാര്യമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ടും എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുള്ളതുകൊണ്ടും അത്യാവശ്യം സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭയങ്കര അലച്ചിലുകളൊന്നും ഇല്ലാണ്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. സോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എപ്പോൾ ട്രിപ്പ് പോയാലും ഞങ്ങൾ പറയാറുള്ള സെയിം ഡയലോഗ്സ് ഇത്തവണയും ഞങ്ങൾ ആവർത്തിച്ചു. ഇടയ്ക്കൊക്കെ ട്രിപ്പ് പോകണം, ഇതുപോലെ കൂടണം, എവിടെ നടക്കാൻ. ഇതങ്ങ് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ തിരക്കുകളും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് പോകും. എന്നാലും നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.